മമ്മൂട്ടി പറഞ്ഞ പോലെ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുമ്പോൾ മമ്മൂട്ടി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോവില്ല, അവിടെ പറ്റി പിടിച്ചിരിക്കും. പക്ഷെ നിങ്ങൾ മമ്മൂട്ടി ഒരു സ്നേഹത്തോടെ അല്ല ഓർക്കുക, ഒരു വെറുപ്പോടെ ഒരു ദേഷ്യത്തോടൊക്കെ ഓർക്കാൻ പറ്റുള്ളൂ. സൈനറ്റ് മോഹൻ്റെ കഥയായിട്ട് സാമ്യമുള്ള കളങ്കാവൽ, സംവിധാനം ജിതിൻ കെ ജോസ്, എഴുത്തിലും ജിതിൻ കെ ജോസ് പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറിപ്പിലെ എഴുത്തിൽ 3 പേരിൽ ഒരാളായിരുന്നു ജിതിൻ കെ ജോസ്. സിനിമ പറയുവാണെങ്കിൽ തുടക്കം തൊട്ടേ ഒരു നിങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നാലേ ഈ സിനിമ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകം പറയാനുള്ളത്, ഈ സിനിമയുടെ ഒരു 60%, അതായത് 60% എത്തുമ്പോഴേക്കും അവിടുന്ന് തൊട്ട് ഒരു 80% വരെ കംപ്ലീറ്റ്ലി ഫ്ലാറ്റാണ്. ശരിക്കും ഒരു സിനിമ ആ ഒരു ടൈം എത്തുമ്പോഴേക്കും കുറച്ചൊരു ക്യൂരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിട്ടുണ്ട് സ്ക്രിപ്റ്റിലാണെങ്കിലും. അപ്പോഴേ അത് ആ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പറ്റുള്ളൂ. അങ്ങനെ 1-2 ചെറിയ ചെറിയ ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ടോട്ടാലിറ്റി നോക്കുവാണെങ്കിൽ സിനിമ കുഴപ്പമില്ല, ഒരു കണ്ടിരിക്കേണ്ട ഒരു ആവറേജ് സിനിമയായിട്ട് നമുക്കിത് പറയാൻ പറ്റും. പിന്നെ ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അങ്ങേര് ഈ ഒരു പ്രായത്തിലും എന്താണത്, പുള്ളിയുടെ കണ്ണിലൂടെ എന്തൊക്കെയാണ് പാസ് ചെയ്യുന്നത്, പുള്ളി ആ ഓരോ ആക്ഷൻസ് ചെയ്യുമ്പോഴൊക്കെ അത് സിഗരറ്റ് കടിച്ച് വയ്ക്കുന്ന സീനുണ്ട്. അതൊന്നും ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കഥാപാത്രത്തെ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നും. അത്രയും ഒരു ഇതായിട്ട് തന്നെ അങ്ങേര് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിനായകൻ്റെ കാര്യമാണെങ്കിലും, വിനായകനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിനായകൻ എന്താണ് സിനിമയിൽ, വ്യക്തി ജീവിതത്തിൽ പുള്ളി എങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ ആ സിനിമയിൽ പുള്ളിയുടെ റോള് കൃത്യമായിട്ട് ചെയ്തിരിക്കും. അത് ഇതിലും കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഏത് കഥാപാത്രത്തിൻ്റെ കാര്യമാണെങ്കിലും അവരുടെ മാക്സിമം ഔട്ട്പുട്ട് കൊണ്ടുവന്നൊരു സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ബ്രഹ്മയുഗം പോലെ മമ്മൂട്ടിയുടെ അത്രയും ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു സിനിമ, അങ്ങനെയുള്ള ഒരു സിനിമ ആയിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. ഒരു ആവറേജ്, ഒരു നോർമലായിട്ടുള്ളൊരു ഔട്ട്പുട്ടേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഈ കഥയിലേക്ക് വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞു സൈനറ്റ് മോഹൻ്റെ, അത് നമുക്ക് എല്ലാവരും ഞെട്ടിത്തെറിച്ചൊരു കേസാണത്. വളരെയധികം ആളുകൾ, സ്ത്രീകൾ കൊല്ലപ്പെട്ട ഒരു സംഭവമാണ് സയനൈഡുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ കഥ. പക്ഷേ ആ കഥയല്ല, അതിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് അവരവരുടേതായിട്ടുള്ള ആ സംവിധായകൻ്റെയും ആളുടെ കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നി മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലാ പാട്ടുണ്ടല്ലോ, ആ പാട്ട് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രീതിയിൽ ആസ്വദിക്കാൻ പറ്റില്ല. കാരണം ആ പാട്ടിന് വേറൊരു തലമുണ്ട്, ഒരു ആംഗിൾ ഓഫ് വ്യൂ ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടാലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ആ പാട്ട് സ്ഥിരമായിട്ട് കേൾക്കുമായിരുന്നു. ഭയങ്കര രസമാണ്, ഒരു വശ്യത ഉണ്ട് ആ പാട്ടിന്. ബട്ട് അത് ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അത് ഒരു ഹൊറർ, വേറൊരു ഫീലായിട്ടാണ് എനിക്ക് ആ പാട്ട് തോന്നുന്നത്. പിന്നെ ഈ കഥയുടെ കാര്യം വരുവാണെങ്കിൽ, അതായത് ഒരു പെൺകുട്ടിയെ കാണാതാകുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇത് ആരുടെ ഒപ്പം ആണോ കാണാതായത് അങ്ങനെ സംശയിക്കുന്ന ഒരാളായിട്ട്, അപ്പോൾ 2 വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആൾക്കാരാണ്. അങ്ങനെ അവർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു. ഈ സംഘർഷ സ്ഥലത്തേക്ക് പോലീസ് എത്തുന്നു. പോലീസ് ഈ അന്വേഷണം തുടരുന്നു. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ചുരുളറിയാൻ തുടങ്ങുന്നത്. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കുറിപ്പാണെങ്കിലും ഇതൊക്കെയാണെങ്കിലും ഒരു എഴുത്തുകാരൻ്റെ ഒരു കുറച്ചും കൂടെ അവരെ എളുപ്പമാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഓൾറെഡി നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ അതെങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഓൾറെഡി ഒരു കാര്യമുണ്ട്. അപ്പോൾ പിന്നെ പറയുവാണെങ്കിൽ, ഇപ്പോൾ നായികമാർക്ക് ഒരാൾക്കും ഒരു വലിയ റോളെന്ന് പറയാനില്ല. എല്ലാവർക്കും ചെറിയ ചെറിയ റോളാണ്. അവരവരുടെ ആ റോള് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ മാത്രമേ നമുക്കിപ്പോൾ നിലവിൽ പറയാൻ പറ്റുള്ളൂ. ഇവരോടൊരു ആവറേജ് സിനിമ എന്നല്ലാതെ നമുക്ക് കൂടുതൽ ഈ സിനിമേനെക്കുറിച്ച് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ക്ഷമയോടെ കണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ കാണാം, എക്സ്പീരിയൻസ് ചെയ്യുക. മമ്മൂട്ടിയാണ് നമുക്കിനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഏജ് എല്ലാവർക്കും അറിയാം. അപ്പോൾ പുള്ളിയെ നമുക്ക് എത്ര കാലത്തോളം ഇനി ആസ്വദിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, അതേ പറയാനുള്ളൂ. ടോട്ടാലിറ്റി നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് പടം. പിന്നെ ക്ലൈമാക്സൊക്കെ ഒരു അങ്ങനെ അങ്ങോട്ട് നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ക്ലൈമാക്സോ കാര്യങ്ങളോ അല്ല. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല ക്ലൈമാക്സിൽ. ബട്ട് അതുവരെയുള്ള കുറച്ച് കാര്യങ്ങളും അതൊക്കെ ആയിട്ട് അതന്നെ മുഷിപ്പില്ല. ബട്ട് നിങ്ങൾ ക്ഷമയില്ല എങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലാഗ് അടിക്കും, ഭയങ്കരമായിട്ട് മുഷിപ്പ് തോന്നുന്ന സിനിമയാണ്. അത്രേ പറയാനുള്ളൂ.